വചനം 15. വാക്കർത്ഥം. അലം തറൗ, നിങ്ങൾ കണ്ടില്ലേ, കൈഫ ഖലഖ, എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന്, അല്ലാഹു സബ്അ സമാവാത്തിൻ, 7 ആകാശങ്ങളെ, ത്വിബാഖ, അടുക്കായി, തട്ടുതട്ടായി. ألم تروا كيف خلق الله 7 سماوات طباقا നിങ്ങൾ കണ്ടില്ലേ, എങ്ങനെയാണ് ഒന്നൊന്നിനുമീതെ അടുക്കുകളായ നിലയിൽ അല്ലാഹു 7 ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വചനം 16. വാക്കർത്ഥം. വജഅലൽ ഖമറ, ചന്ദ്രനെ ആക്കുകയും ചെയ്തു, ഫീഹിന്ന, അവയിൽ, നൂറൻ, ഒരു പ്രകാശം, വെളിച്ചം. വജഅല ശംസ, സൂര്യനെ ആക്കുകയും ചെയ്തു, സിറാജ, ഒരു വിളക്ക്. وجعل القمر فيهن نورا وجعل الشمس سراجا, അവയിൽ ചന്ദ്രനെ അവൻ ഒരു പ്രകാശമാക്കുകയും ചെയ്തിരിക്കുന്നു, സൂര്യനെ ഒരു വിളക്കും ആക്കിയിരിക്കുന്നു. വചനം 17. വാക്കർത്ഥം. വല്ലാഹു, അല്ലാഹു, അംബതക്കും, നിങ്ങളെ ഉൽപ്പാദിപ്പിച്ചു, നിങ്ങളെ മുളപ്പിച്ചു, ഉത്ഭവിപ്പിച്ചു, മിനൽ അർദി, ഭൂമിയിൽ നിന്ന്, നബാതൻ, ഒരു ഉൽപാദനം ആയിട്ട്, ഒരു മുള ആയിട്ട്. والله أنبتكم من الأرض نباتا, അല്ലാഹു തന്നെ ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഒരു ഉൽപാദനം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. വചനം 18. വാക്കർത്ഥം. സുമ്മ യുഈദുക്കും, പിന്നെ നിങ്ങളെ അവൻ ആവർത്തിക്കുന്നു, മടക്കുന്നു, ഫീഹ, അതിൽ, വയുഖ്രിജുക്കും, നിങ്ങളെ പുറത്തു വരുത്തുകയും ചെയ്യുന്നു, ഇഖ്റാജ, ഒരു പുറത്തുവരുത്തൽ. ثم يعيدكم فيها ويخرجكم إخراجا, പിന്നീട് നിങ്ങളെ അതിൽ വീണ്ടും മടക്കുകയും അതിൽ നിന്ന് ഒരു പുറത്തുവരുത്തൽ വരുത്തുകയും ചെയ്യുന്നു. 15 മുതൽ 18 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അടുക്കുകളായ 7 ആകാശങ്ങൾ, സബ്അ സമാവാതിൻ തിബാഖ, എന്നതിൻ്റെ വിവക്ഷയെക്കുറിച്ച് സൂറത്ത് മുൽക്ക് 3-ാം വചനത്തിൻ്റെ വിവരണത്തിൽ വിവരിച്ചിട്ടുണ്ട്. ചന്ദ്രവെളിച്ചം സൂര്യവെളിച്ചത്തെ അപേക്ഷിച്ച് വളരെ ലഘുവായതാണല്ലോ. അതാകട്ടെ സൂര്യൻ്റെ വെളിച്ചം തിരിച്ചടിക്കുന്നതിനാൽ ഉണ്ടാകുന്നതുമാണ്. സൂര്യനാണെങ്കിൽ സ്വയം പ്രകാശിക്കുന്നതും ഭൂമിക്കും ചന്ദ്രനും വെളിച്ചം നൽകുന്നതുമാകുന്നു. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചന്ദ്രനെ പ്രകാശമാക്കി എന്നും സൂര്യനെ വിളക്കാക്കി എന്നും വ്യത്യസ്ത രൂപത്തിൽ അല്ലാഹു പറഞ്ഞത്. ചെറുവാക്കുകളിൽ പോലും പല അന്തസാരങ്ങളും രഹസ്യങ്ങളും ഉൾക്കൊണ്ടിരിക്കുക ഖുർആന്റെ ഒരു സവിശേഷതയാണല്ലോ. നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഒരു ഉൽപാദനം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതും ശ്രദ്ധേയമാകുന്നു. ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ച് വ്യാപിക്കുന്നതുപോലെ മനുഷ്യൻ ഉത്ഭവിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. മനുഷ്യപിതാവിനെ അല്ലാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. ഒന്നാമത്തെ ആ മനുഷ്യച്ചെടിയിൽ നിന്ന് പെരുകിയുണ്ടായതാണല്ലോ ഈ കോടാനുകോടി മനുഷ്യർ. ഇനി ഓരോരുവനെ സംബന്ധിച്ചു നോക്കുക. ഇന്ദ്രിയത്തിൽ നിന്നാണ് പ്രത്യക്ഷത്തിൽ അവൻ്റെ ഉത്ഭവമെങ്കിലും ഇന്ദ്രിയം ഭക്ഷണത്തിൽ നിന്നും, ഭക്ഷണം ഭൂവിഭവങ്ങളിൽ നിന്നും, അവ ഭൂമിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. വല്ലാഹു അംബതകും മിനൽ അർദി നബാത എന്നുള്ള 17-ാം വചനത്തിന് അല്ലാഹു നിങ്ങളെ ഭൂമിയിൽ ഒരു സസ്യമായി മുളപ്പിച്ചു എന്ന് ഈ അടുത്ത കാലത്ത് ചില പുത്തൻ ചിന്താഗതിക്കാർ അർത്ഥം നൽകിക്കാണുന്നു. ഈ അർത്ഥത്തെ ആധാരമാക്കി ഡാർവിൻ്റെ പരിണാമവാദത്തിന് ഖുർആന്റെ സാക്ഷ്യമുണ്ടെന്ന് വരുത്തി തീർക്കുവാൻ
അവർ ശ്രമിച്ചും കാണുന്നു. അഥവാ മനുഷ്യനൊരു കാലത്ത് സസ്യമായിരുന്നുവെന്നും ക്രമേണ പരിഷ്കരിച്ചു മനുഷ്യരൂപത്തിലെത്തിയതാണെന്നുമാണ് ഈ സമർത്ഥനം. ഖുർആന്റെ പ്രസ്താവനകൾക്കും ഇസ്ലാമിക സിദ്ധാന്തങ്ങൾക്കും വിരുദ്ധമായ ഈ സിദ്ധാന്തത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല പല ശാസ്ത്ര പണ്ഡിതന്മാർ പോലും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഓരോ കാലത്തും പുതുതായി രംഗപ്രവേശം ചെയ്യുന്ന പുത്തൻ സിദ്ധാന്തങ്ങൾക്ക് ഖുർആനിൽ നിന്ന് ന്യായീകരണമുണ്ടാക്കുവാൻ മുതിരുന്നത് ചില ആധുനിക പണ്ഡിതന്മാർ ഇന്നൊരു പരിഷ്കാരമാക്കിയിരിക്കുകയാണല്ലോ. അംബത എന്ന ക്രിയക്ക് മുളപ്പിച്ചു, ഉൽപ്പാദിപ്പിച്ചു എന്നും നബാത്തുൻ എന്ന പദത്തിന് മുള, ചെടി, ഉൽപ്പാദനം എന്നിങ്ങനെയും അർത്ഥങ്ങൾ വരുമെന്നതിൽ തർക്കമില്ല. അക്കാരണത്താൽ ഈ പുതിയ അർത്ഥം വകവെക്കുവാൻ തരമില്ല. ഇതേ വാക്കുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് സൂറത്ത് ആലിമ്രാൻ 37-ാം വചനത്തിൽ അള്ളാഹു മറിയം അലൈഹിസ്സലാമയെ പറ്റി പ്രസ്താവിച്ചത് നോക്കുക. വ അംബതഹ നബാതൻ ഹസനൻ വകഫലഹ സക്കരിയ. അള്ളാഹു അവളെ നല്ലതായ ഒരു ഉൽപ്പാദനം ഉൽപ്പാദിപ്പിക്കുകയും അവളെ സക്കരിയാക്ക് ഭരമേൽപ്പിക്കുകയും ചെയ്തു. അതായത് മറിയമിൻ്റെ ഉത്ഭവവും വളർച്ചയും അള്ളാഹു നല്ല നിലയിലാക്കുകയും അവരുടെ രക്ഷാകർതൃത്വം സക്കരിയ നബി അലൈഹിസ്സലാമക്ക് നൽകുകയും ചെയ്തുവെന്ന് സാരം. ഇക്കൂട്ടർ കൽപ്പിച്ച അർത്ഥപ്രകാരമാണെങ്കിൽ ഇതിന് അള്ളാഹു അവളെ ഒരു നല്ല സസ്യമാക്കി മുളപ്പിച്ചു എന്ന് അർത്ഥം പറയണമല്ലോ. അഥവാ മറിയം ആദ്യം ഒരു ചെടിയായിരുന്നുവെന്നും പിന്നീട് മനുഷ്യരൂപത്തിലായെന്നും അനന്തരം സക്കരിയ നബിയെ ഏൽപ്പിച്ചുവെന്നും ഇതിന് വ്യാഖ്യാനവും നൽകേണ്ടി വരും. കഷ്ടം! ഇത്രയും അപലപനീയവും ബാലിശവുമായ പുതിയ അർത്ഥവ്യാഖ്യാനങ്ങൾ കാണുമ്പോൾ ഇവർക്ക് ഖുർആന്റെ പേരിൽ എന്തും പറയുവാൻ ധൈര്യക്ഷയമുണ്ടാവില്ലെന്ന് തോന്നിപ്പോകുകയാണ്. അള്ളാഹു അവർക്കും നമുക്കും നേർമാർഗം കാണിച്ചു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒടുക്കം എല്ലാവരെയും അതേ മണ്ണിലേക്കു തന്നെ രണ്ടാമതും തിരിച്ചയക്കുന്നു. ശവം മണ്ണിൽ മൂടപ്പെടട്ടെ, അല്ലെങ്കിൽ ദഹിപ്പിക്കപ്പെടട്ടെ. ഏതായാലും ഒടുക്കം മണ്ണിൽ തന്നെ ലയിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും സമ്മതിക്കുന്നതും കണ്ടറിയുന്നതുമാണ്. എന്നാൽ ഇതെല്ലാം ചെയ്യുന്ന അള്ളാഹു മനുഷ്യനെ ഒന്നുകൂടി പുറത്തു വരുത്തുക തന്നെ ചെയ്യും. അതത്രേ പുനരുദ്ധാനം. ഇതിലെന്താണ് ഇത്ര അസാംഗത്യം? ഒന്നുമില്ല. നൂഹ് നബി അലൈഹിസ്സലാം തുടരുന്നു.